മുതിർന്ന ഹമാസ് കമാൻഡർ റായിദ് സഅദിനെ കൊലപ്പെടുത്തിയ ഇസ്രായേൽ നടപടിയെ വിമർശിച്ച അമേരിക്ക. വെടിനിർത്തൽ കരാർ ലംഘനം തുടരുന്നത് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പശ്ചിമേഷ്യൻ സമാധാന പദ്ധതിക്ക് തിരിച്ചടിയാകുമെന്ന് അമേരിക്ക ഇസ്രായേലിനെ അറിയിച്ചതായി US മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇസ്രായേലിന്റെ വെടിനിർത്തൽ ലംഘനം ഗസ സമാധാന പദ്ധതിക്ക് ഭീഷണിയാണെന്ന് ഹമാസും മുന്നറിയിപ്പ് നൽകി. അതിനിടെ പ്രകൃതിക്ഷോഭം മൂലം കടുത്ത ദുരിതത്തിലായ ഗസ നിവാസികൾക്ക് ഇനിയും സഹായം അനുവദിക്കാൻ ഇസ്രായേൽ തയ്യാറായിട്ടില്ല. ശക്തി സംഭരിക്കാനുള്ള ഹമാസിന്റെ ഒരു നീക്കവും അനുവദിക്കില്ലെന്ന് ഇസ്രായേലിന്റെ മുന്നറിയിപ്പ്. MC നാസർ വിവരങ്ങൾ നൽകും. MC, ഹമാസ് നേതാവിന്റെ കൊലപാതകത്തിൽ എത്ര ശക്തമായ പ്രതിഷേധമാണ് അമേരിക്ക ഇസ്രായേലിനെ തന്നെ നേരിട്ട് അറിയിച്ചിട്ടുള്ളത്? വളരെ ശക്തമായിട്ടുള്ള പ്രതികരണം അമേരിക്ക ഇസ്രായേൽ നേതൃത്വത്തെ, ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു, അതോടൊപ്പം തന്നെ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ്, സൈനിക മേധാവി എന്നിവരെ ഔദ്യോഗികമായി തന്നെ അറിയിച്ചു എന്നാണ് അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ആക്സിസ് ഉൾപ്പെടെയുള്ള വാർത്താ മാധ്യമങ്ങളാണ് ഇത് സംബന്ധിച്ച് ഔദ്യോഗികമായിട്ടുള്ള വിവരം പുറത്തുവിട്ടിരിക്കുന്നത്. ചില ഇസ്രായേൽ മാധ്യമങ്ങളും അമേരിക്കയുടെ എതിർപ്പ് ഇക്കാര്യത്തിൽ ഇസ്രായേലിനെ ഔദ്യോഗികമായിട്ട് അറിയിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. കാരണം ഈ മാസം 29-ന് വൈറ്റ് ഹൗസിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവുമായിട്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിർണായകമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ച നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട തന്നെയും 2 മാസത്തിലധികമായി തുടരുന്ന ഈ വെടിനിർത്തലിൻ്റെ ഒരു തുടർച്ച രൂപപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി വെടിനിർത്തലിൻ്റെ 2ാം ഘട്ട ചർച്ചയുമായി ബന്ധപ്പെട്ട പ്രാരംഭ നടപടികൾ മുന്നോട്ട് നീക്കാനാണ് ഈ വൈറ്റ് ഹൗസിലെ നിർണായക ചർച്ച വെച്ചിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് മധ്യസ്ഥ രാജ്യങ്ങളും അതോടൊപ്പം തന്നെ യൂറോപ്യൻ രാജ്യങ്ങളുമൊക്കെയായി അമേരിക്കയും മധ്യസ്ഥ രാജ്യങ്ങളും തിരക്കിട്ട ചർച്ചകൾ തുടരുന്ന ഒരു ഘട്ടത്തിലാണ് ഹമാസിന്റെ ഒരു മുതിർന്ന നേതാവിനെ തന്നെ ഒക്ടോബർ 10-ന് നിലവിൽ വന്ന ഈ വെടിനിർത്തൽ കരാർ നിലനിൽക്കെ തന്നെ ആക്രമണം നടത്തുകയും അദ്ദേഹത്തെ കൊലപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നത്. റായിദ് സഅദിയുടെ കൊല നടന്നിരിക്കുന്നത് കഴിഞ്ഞ ശനിയാഴ്ചയാണ്. ഗസ സിറ്റിയിൽ അദ്ദേഹവും 5 പേരും സഞ്ചരിച്ചിരുന്ന കാറിന് നേർക്ക് ഡ്രോൺ ആക്രമണം നടത്തിയാണ് ഈ ഒരു ഓപ്പറേഷൻ ഇസ്രായേൽ നടത്തിയത്. തങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കമാൻഡറെ വധിച്ച ഈ നടപടിയിൽ ഹമാസ് വളരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം മധ്യസ്ഥ രാജ്യങ്ങളെ അറിയിച്ചിട്ടുണ്ട്. തുർക്കി, ഈജിപ്ത്, ഖത്തർ എന്നീ രാജ്യങ്ങളെയാണ് ഹമാസ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. കാരണം പിന്നിട്ട 2 മാസത്തിലധികം നീണ്ടിരിക്കുന്ന ഈ വെടിനിർത്തൽ കരാർ 800-ലധികം തവണയാണ് ഇസ്രായേൽ ലംഘിച്ചിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് 400-ലധികം പേർ ഗസയിൽ കൊല്ലപ്പെടുകയുണ്ടായി, 1000-ലേറെ പേർക്ക് പരിക്കേൽക്കുകയുണ്ടായി. അതുമാത്രമല്ല, ഗസയിൽ ഈ ഒരു വെടിനിർത്തലിലൂടെ ലക്ഷ്യം വെച്ച പലതും ഇനിയും നടപ്പാക്കാനോ അതിനുള്ള അനുമതി നൽകാനോ ഇസ്രായേൽ നേതൃത്വം തയ്യാറായിട്ടില്ല. അതിലേറ്റവും പ്രധാനപ്പെട്ടത് റഫ അതിർത്തി തുറന്നുകൊണ്ട് കൂടുതൽ ഭക്ഷ്യവസ്തുക്കളും മരുന്നും ഉപകരണങ്ങളും താൽക്കാലിക താമസ സംവിധാനങ്ങളും ഗസയിലേക്ക് എത്തിക്കുക എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യവസ്ഥയായിരുന്നു. ആ വ്യവസ്ഥ ഇതുവരെ പാലിക്കാൻ ഇസ്രായേൽ നേതൃത്വം തയ്യാറായിട്ടില്ല. വളരെ പ്രതികൂലമായിട്ടുള്ള പ്രകൃതിക്ഷോഭം ഒരു ഭാഗത്ത്, 2 കൊല്ലത്തിലധികം നീണ്ട ഏറ്റവും നിഷ്ഠുരമായിട്ടുള്ള വംശഹത്യാ പദ്ധതി മറുഭാഗത്ത്. ഇതിനിടയിൽപ്പെട്ട് ലക്ഷക്കണക്കിന് മനുഷ്യർ അതിസങ്കടകരമായിട്ടുള്ള ദുരിതപൂർണമായിട്ടുള്ള ഒരു അവസ്ഥയിൽ തങ്ങുന്ന ഘട്ടത്തിലും അന്തർദേശീയ സമൂഹം ഒരുമിച്ച് ആവശ്യപ്പെട്ടിട്ടും ഈ സഹായ വസ്തുക്കൾ എത്തിക്കാനുള്ള ഒരു നീക്കം പോലും ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല. ഇക്കാര്യത്തിലും അമേരിക്കയെ മധ്യസ്ഥ രാജ്യങ്ങൾ തങ്ങളുടെ ഉത്കണ്ഠ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും അമേരിക്ക തങ്ങളുടെ എതിർപ്പ് പ്രകടിപ്പിച്ചതിനോട് ഇസ്രായേലിന്റെ ഭാഗത്തുനിന്നുള്ള പ്രതികരണം വന്നിട്ടില്ല. പക്ഷേ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി വ്യക്തമാക്കുന്നത് ഇനിയും ഇത്തരം ആക്രമണങ്ങൾ നടത്തും. കാരണം അത് തങ്ങളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അതുമാത്രമല്ല, ഈ 2 കൊല്ലം പിന്നിട്ട യുദ്ധാനന്തരം ഹമാസ് കൂടുതൽ സൈനികമായിട്ട് ശക്തി സംഭരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അത് ചെറുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് റായിദ് സഅദിനെ കൊലപ്പെടുത്തിയതെന്ന ഒരു വിശദീകരണം കൂടിയാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി നൽകിയിരിക്കുന്നത്. നിലവിലിപ്പോൾ ഗസ സമാധാന പദ്ധതിയുടെ ഒരു നിലവിലൊരു അവസ്ഥ എങ്ങനെയാണ്? പുരോഗതിയുണ്ടോ? തീർച്ചയായിട്ടും പുരോഗതി ഉണ്ട് എന്ന് തന്നെയാണ് മധ്യസ്ഥ രാജ്യങ്ങൾ വ്യക്തമാക്കുന്നത്. കാരണം ഇത്രയും വലിയ തിരിച്ചടികളും പ്രതികൂലമായിട്ടുള്ള പല സാഹചര്യങ്ങളും നിലനിൽക്കുന്നുണ്ട്. ഹമാസ് പോലും വളരെ ശക്തമായിട്ടുള്ള ചില നിലപാടുകളിലേക്ക് പോകുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തങ്ങൾ നിരായുധീകരണം ഇതിനെ തത്വത്തിൽ നേരത്തെ അംഗീകരിച്ചിരുന്നു. പക്ഷേ നിലവിലുള്ള ഒരു സാഹചര്യത്തിൽ നിരന്തരമായിട്ട് ഈ ആക്രമണം തുടരുകയും ഫലസ്തീൻ താല്പര്യങ്ങളെ ഹനിക്കുന്ന രീതിയിലുള്ള ഒരു നീക്കവുമായിട്ട് ഇസ്രായേൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ അക്കാര്യത്തിലും തങ്ങൾ പുനരാലോചന നടത്തും, തങ്ങളുടെ
തങ്ങളുടെ ആയുധങ്ങൾ അത്ര എളുപ്പത്തിൽ കൈമാറുന്ന ഒരു പ്രശ്നം ഉദിക്കുന്നില്ല എന്ന അർത്ഥത്തിൽ മധ്യസ്ഥ രാജ്യങ്ങളെ ഹമാസ് തന്നെ ഔദ്യോഗികമായിട്ട് ഇക്കാര്യം അറിയിച്ചിട്ടുണ്ട്. തങ്ങളുടെ ആയുധങ്ങൾ കൈമാറുന്നത് ഫലസ്തീൻ്റേതായിട്ടുള്ള അല്ലെങ്കിൽ ഫലസ്തീൻ സ്വതന്ത്ര ഒരു രാഷ്ട്ര രൂപവൽക്കരണം വരുന്നതോടുകൂടി അതിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള ഒരു സൈന്യത്തിന് മാത്രമായിരിക്കും ആയുധങ്ങൾ കൈമാറുക. അതല്ലാതെയുള്ള നിരായുധീകരണം എന്നതിനോട് തൽക്കാലം യോജിക്കാൻ സാധിക്കുകയില്ല എന്ന ഒരു സന്ദേശമാണ് മധ്യസ്ഥ രാജ്യങ്ങൾക്ക് ഹമാസ് നൽകിയതെന്നാണ് വാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു മാനദണ്ഡം വെച്ചുകൊണ്ട് തന്നെ ഇനിയുള്ള തുടർ ചർച്ചകൾ തങ്ങൾക്ക് മുന്നോട്ട് പോകാൻ താല്പര്യമില്ലെന്നൊരു നിലപാട് ഇസ്രായേലും കൈക്കൊള്ളുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. എന്തായാലും അമേരിക്കയുടെ പശ്ചിമേഷ്യൻ ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫ് വൈകാതെ തന്നെ ഇസ്രായേൽ സന്ദർശിക്കുന്നുണ്ട്. ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു അതോടൊപ്പം തന്നെ സൈനിക മേധാവികൾ, പ്രതിരോധ ഉദ്യോഗസ്ഥർ എന്നിവരുമായിട്ട് അദ്ദേഹം ചർച്ച നടത്തും. അതിനെ തുടർന്ന് മാത്രമായിരിക്കും 29 വൈറ്റ് ഹൗസിൽ നടക്കുന്ന ചർച്ചയിലൂടെ വെടിനിർത്തൽ മുന്നോട്ട് കൊണ്ടുപോകണോ എന്ന കാര്യത്തിലുള്ള കൃത്യമായിട്ടുള്ള ഒരു തീർപ്പിലേക്ക് അമേരിക്കയും അതോടൊപ്പം തന്നെ ഇസ്രായേലും എത്തിച്ചേരുക. നിലവിലുള്ള പ്രതിക്ഷോഭം എത്ര ദുരിതത്തിലാക്കിയിരിക്കുന്നു ഗസയിലെ ജനങ്ങളെ? വലിയ തോതിലുള്ള ദുരിതപൂർണമായിട്ടുള്ള അവസ്ഥ തന്നെയാണ്. ഏതാണ്ട് 30,000 ടെന്റുകളാണ് പൂർണ്ണമായിട്ടും തകർന്നിരിക്കുന്നത്. കാരണം യുദ്ധം ബാക്കി നിർത്തിയ യുദ്ധത്തിന്റെ ആ ഒരു ഘട്ടത്തിൽ തകർന്നു. പിന്നെ പല കെട്ടിടങ്ങളുടെയും നിലനിൽപ്പ് തന്നെ അവതാളത്തിലായിരുന്നു. അതുകൊണ്ട് പല കെട്ടിടങ്ങളും ഈ പ്രതികൂലമായ കാലാവസ്ഥ കൂടി വന്നതോടെ അത് തകരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. പിന്നെയുള്ളതൊക്കെയും താൽക്കാലികമായിട്ടുണ്ടാക്കിയ ടെന്റുകളാണ്. ആ ടെന്റുകളാണ് ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 30,000-ലധികം ടെന്റുകളാണ് ഇപ്പോൾ തകർന്നിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും ഉറപ്പുള്ള താൽക്കാലിക താമസ കേന്ദ്രങ്ങൾ ഇപ്പോൾ പോലും ലഭ്യമല്ല. അതുകൊണ്ട് തന്നെ ലക്ഷക്കണക്കിന് മനുഷ്യരെയാണിത് നേരിട്ട് തന്നെ ബാധിച്ചിരിക്കുന്നത്. അപ്പോൾ അവരുടെ സുരക്ഷ ഉറപ്പാക്കണമെങ്കിൽ, അവർക്ക് മെച്ചപ്പെട്ടൊരു ജീവിതം പ്രദാനം ചെയ്യണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ഈ താൽക്കാലിക ടെന്റ് സംവിധാനങ്ങൾ അവിടെ ഏർപ്പെടുത്തേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ധനത്തിൻ്റെ ലഭ്യത വലിയ തോതിൽ തന്നെ പ്രതിസന്ധിയായിട്ട് മാറുന്നുണ്ട്. ഭക്ഷണം, കുടിവെള്ളം, മരുന്ന്, മറ്റു ഉപകരണങ്ങൾ എന്നിവയുടെ കാര്യത്തിലും വലിയ തോതിലുള്ള ദൗർലഭ്യം നേരിടുന്നുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇവ എത്തിക്കണമെന്ന നിർദ്ദേശമാണ് UN പൊതുസഭ പാസാക്കിയ പ്രമേയത്തിലുള്ളത്. അതോടൊപ്പം തന്നെ യൂറോപ്യൻ രാജ്യങ്ങളും അറബ് മുസ്ലിം രാജ്യങ്ങളും ഒക്കെ ഒറ്റക്കെട്ടായി തന്നെ ഇതിനുവേണ്ടി ശബ്ദമുയർത്തുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ തന്നെയും അത് നടപ്പാക്കാനുള്ള ഒരു താല്പര്യം ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് വരുന്നില്ല. റഫ അതിർത്തി തുറക്കുന്നത് സംബന്ധിച്ച അനിശ്ചിതത്വം ഇനിയും നീണ്ടുപോവുകയാണ്. അപ്പോൾ ഈ 29 നടക്കുന്ന വൈറ്റ് ഹൗസ് ചർച്ചയിലൂടെയെങ്കിലും ഇക്കാര്യത്തിൽ ഒരു തീർപ്പ് ഉണ്ടാകുമെന്ന ഒരു പ്രതീക്ഷയാണ് ഇപ്പോൾ മധ്യസ്ഥ രാജ്യങ്ങൾക്കുള്ളത്. അക്കാര്യത്തിലും ഇസ്രായേൽ പിറകോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും കൂടുതൽ കടുത്ത നിലപാടിലേക്ക് ഹമാസും നീങ്ങും. അത് ഒരു നിലവിൽ രൂപപ്പെട്ട ആ ഒരു വെടിനിർത്തൽ പ്രത്യാശയ്ക്ക് വലിയ തോതിൽ തന്നെ തിരിച്ചടിയായിട്ട് മാറുമെന്ന ആശങ്ക കൂടിയാണ് ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്നത്.